ഈശോയുടെ 5 തിരുമുറിവുകളെക്കുറിച്ചുള്ള പ്രാർത്ഥന. മനുഷ്യവർഗത്തെ തിന്മയിൽ നിന്ന് വീണ്ടെടുത്ത് സ്വർഗ സൗഭാഗ്യം തരാൻ വേണ്ടി മനുഷ്യനായി അവതരിച്ച് ക്ലേശങ്ങൾ അനുഭവിച്ച യേശുനാഥ, അങ്ങേ ശരീരത്തിൽ നിരവധി തിരുമുറിവുകൾ അങ്ങേ ഏറ്റുവല്ലോ. അവയെല്ലാം ഞങ്ങളോടുള്ള അനന്തകാരുണ്യത്തിൻ്റെ അടയാളങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയെ ആരാധിക്കുന്നു, അങ്ങേക്ക് സ്തുതി പാടുന്നു, നന്ദി പ്രകാശിപ്പിക്കുന്നു. കാരുണ്യവാനും ക്ഷമാശീലനുമായ കർത്താവേ, അങ്ങേ ഇടത് തൃപ്പാദത്തിലും വലതേ തൃപ്പാദത്തിലും അങ്ങേ ഇടത് തൃക്കൈയിലും വലതേ തൃക്കൈയിലും അങ്ങേ തിരുവിലാവിലുമേറ്റ 5 തിരുമുറിവുകളെ ഞങ്ങൾ വണങ്ങുന്നു. ഞങ്ങളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ മുറിവുകളേറ്റതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എത്രമാത്രം കനിവോടെയാണ് അങ്ങിതെല്ലാം സഹിച്ചതെന്ന് ഞങ്ങൾ അറിയുന്നു. ദുസ്സഹമായ വേദനകൾ സഹിച്ച അങ്ങ് ഈ തിരുമുറിവുകളിൽ നിന്നൊഴുകിയ രക്തം കൊണ്ട് ഞങ്ങളുടെ ഘോരപാപങ്ങൾ കഴുകിക്കളയുകയായിരുന്നു. അങ്ങയുടെ പ്രാണനൊരു ദിവ്യബലിയായി പരമപിതാവായ ദൈവത്തിന് അർപ്പണം ചെയ്യുകയായിരുന്നു. അങ്ങേ തിരുമുറിവുകളിൽ നിന്നൊഴുകിയ തിരുരക്തം വഴി പാപമുക്തി വരിച്ച് ഞങ്ങൾ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ഇടയാകട്ടെ. ആമേൻ. നല്ലവനും പ്രിയമുള്ളവനുമായ ഈശോയെ, അങ്ങയുടെ തിരുമുമ്പിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധവും സജീവവുമായ വിശ്വാസം, ശരണം, ഉപവി എന്നീ ദൈവീക ദാനങ്ങൾ ആലിംഗനം ചെയ്യണമെന്നും എൻ്റെ പാപങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണ മനസ്താപവും ജീവിത നവീകരണത്തിനുള്ള ഉറച്ച തീരുമാനവും എനിക്ക് നൽകണമെന്നും അതീവ താല്പര്യത്തോടെ ഞാൻ യാചിക്കുന്നു. എൻ്റെ നല്ല ഈശോയെ, അങ്ങയുടെ 5 തിരുമുറിവുകളെപ്പറ്റി ധ്യാനിക്കുകയും അഗാധമായ സന്താപത്തോടും സഹാനുഭൂതിയോടും കൂടെ അവയെ വീക്ഷിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ കൈകാലുകൾ അവർ തുളർച്ചു, എൻ്റെ അസ്ഥികളെല്ലാം അവരെണ്ണി. എനിക്ക് അങ്ങയെക്കുറിച്ചുള്ള അങ്ങയുടെ വിലാപവാക്കുകളായി ദാവീദ് ദീർഘദർശി കാലങ്ങൾക്ക് മുമ്പ് ഉച്ചരിച്ച വാക്കുകൾ എൻ്റെ സ്മരണയിൽ ഓടിയെത്തുന്നു. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ്സേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ.